അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഉറക്കം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ ഒരു അനുഗ്രഹവും ദൃഷ്ടാന്തവുമായിട്ടാണ് ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. വമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈൽ വന്നഹാർ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ കേട്ടു മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ വന്നൗമ സുബാത വജഅലൻ നഹാറ നുശൂറാ. അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവും ആക്കിത്തന്നവൻ. പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ വേറൊരു സ്ഥലത്ത് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ വളരെ മഹത്വം പറഞ്ഞ അവൻ സംവിധാനിച്ച വലിയൊരു സംവിധാനമാണ് ഉറക്ക്. നാം നിത്യവും ഉറങ്ങുന്നവരാണ്. കുറഞ്ഞത് ഒരു ദിവസത്തിൻ്റെ 4/1 നാം ഉറങ്ങാറുണ്ട്. നമ്മുടെ ഉറക്കം ഒരു ഇബാദത്താണ്. ഏത് കർമ്മവും അത് ഇബാദത്താകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തു കാണിച്ച പോലെ നമ്മളും ചെയ്യണം. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ഉറക്കം അത് തികച്ചും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കൂട്ടുകാരെ, നമുക്ക് ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട ചില സുന്നത്തുകളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചെടുക്കാം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. നിങ്ങൾക്കവിടെ ചില ദുആകളും ചില ദിക്റുകളും ചില ആയത്തുകളും കാണാൻ പറ്റും. എന്താണ് ഇവിടെ കാണുന്ന ഈ ആയത്ത് നമ്മോട് പറഞ്ഞു തരുന്നത്? ഈ ആയത്തുകളും ഈ ദിക്റുകളുമാണ് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചൊല്ലേണ്ടത്. ഉറങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെപ്പറ്റി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു ഫാത്തിഹ പിടിച്ചുകൊണ്ട് നല്ലൊരു ഫാത്തിഹ ഓതി ശേഷം ആയത്തുൽ കുർസി നമ്മൾ അറിയുന്നത് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരു ഫാത്തിഹ ഓതി പിന്നെ നല്ല ഒരു ആയത്തുൽ കുർസി നമ്മൾ ഓതുക. ശേഷം ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലു സമിഅനാ വഅത്അനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഈ ആയത്തുകൾ പാരായണം ചെയ്യുക. ശേഷം നമ്മൾ സാധാരണ നിസ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ ചൊല്ലാറുള്ളത് പോലെ സുബ്ഹാനല്ലാഹ് 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 എന്ന ആ തസ്ബീഹ് അവിടെ 33 പ്രാവശ്യം ചൊല്ലണം. ശേഷം അൽഹംദുലില്ലാഹ് 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 എന്ന അള്ളാഹുവിനുള്ള ആ സ്തുതി ഹംദ് 33 പ്രാവശ്യം ചൊല്ലാം. ശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീർ 34 പ്രാവശ്യം ചൊല്ലി 100 പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ മറ്റൊരു ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വന്ന ഒരു ഹദീത്തിൽ നമുക്കറിയാം. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുഅവ്വിദാത്തുകൾ അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്
തുടങ്ങിയിട്ടുള്ള സൂറത്തുകൾ ഓതിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തിൽ മുഴുവനായിട്ടും അവിടെ നിന്ന് പുരട്ടിയിരുന്നു അല്ലെങ്കിൽ ഊതിയിരുന്നു എന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ കിടക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവനും ഈ സൂറത്തുൽ ഇഖ്ലാസ് അതേപോലെ തന്നെ സൂറത്തുൽ മുഅവ്വിദത്തൈൻ പോലത്തെ സൂറത്തുകൾ ഓതൽ സുന്നത്താണ്. അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങിയിട്ടുള്ള ഈ 2 സൂറത്തുകളും അവൻ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യം. ഇതൊക്കെ അവൻ ഓതിയതിന് ശേഷം അവിടെ അവൻ ഈ തന്നിരിക്കുന്ന ദിക്റുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ദിക്ർ അവന് ചൊല്ലാവുന്നതാണ്. ഒന്നെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ചൊല്ലാറുള്ളത് പോലെ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ اللهم أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ദിക്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അവന് ചൊല്ലാവുന്നതാണ്. കൂട്ടുകാരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് പറ്റണം. ഞാൻ അതും തൗഫീക്ക് നൽകുമാറാകട്ടെ.